നമസ്കാരം. നമ്മൾ സാധാരണയായി സുഭാഷിതം ചാനലായാലും ഞങ്ങളുടെ സിസ്റ്റർ ചാനലായാലും ഒരു വീഡിയോ ഒരു ദിവസം ശബരിമലയെക്കുറിച്ച് ചെയ്യുക, വിഷയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല 5 വീഡിയോ ചെയ്താലും തീരാത്തത്ര വിഷയബാഹുല്യം വന്നു കയറുകയാണ് ശബരിമലയിൽ. 90 ഡിഗ്രിയാണ് ഇപ്പൊ ശബരിമല കൊണ്ട് തിരിഞ്ഞിരിക്കുന്നത്. നാം ഇതുവരെ കേൾക്കാത്തൊരു പുതിയ പേര്, പക്ഷെ അതേ എല്ലാത്തിനും ഉണ്ട്. ഡൽഹിയിൽ നടക്കുന്ന സകല ചരട് വലിയുടെയും പിന്നിൽ നിൽക്കുന്ന ബിനാമിയാണ് ജോൺ ബ്രിട്ടാസ്. ഇത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. PM ശ്രീയിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടും അദ്ദേഹത്തിന് ഒരു മെയ്വഴക്കമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് ഡൽഹിയിൽ അയച്ചത് തന്നെ ഇതുപോലത്തെ കൊട്ടേഷനുകളെല്ലാം പിടിക്കാനും, ലാവ്ലിൻ കേസ് പിടിക്കുക, ഇതുപോലത്തെ എല്ലാ കേസും പിടിക്കുന്ന ഒരു മെയ്വഴക്കമുള്ള ആളാണ് ഈ ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിന് വേണ്ടി അയാൾക്ക് ആശയവും ആദർശവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ലെവലിൽ വരുവാണോ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് വേണോ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജറെ പോലെ നിൽക്കുന്ന CPM ഒരു മാർക്കറ്റിംഗ് മാനേജറാണ് ഡൽഹിയിൽ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരും വരുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ കാൾ പരിശോധിക്കണമെന്നാണ് അടൂർ പ്രകാശിന്റെ ഡിമാൻഡ്. അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അധികം ബന്ധമുള്ളതും ഡൽഹിയിലെ അപ്പോയിന്റ്മെന്റുകളെല്ലാം എടുത്തു കൊടുക്കുന്നതുമെല്ലാം ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം അടൂർ പ്രകാശ് വെച്ചിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും 2017 ആദ്യത്തെ യാത്ര കടകംപള്ളി സുരേന്ദ്രൻ വിദേശത്ത് പോകുന്നത്. 2018 ഇതിന്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത്. ആ പ്ലാനിങ് കൂടി നടന്നതിന്റെ ഭാഗമാണോ അയ്യപ്പൻ മനസ്സിലാക്കിയിട്ടാണോ 2018 പ്രളയം വന്നതെന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2018 തുടർന്ന് അങ്ങനെയാണല്ലോ ദൈവത്തിന്റെ ചിന്ത, ആത്മീയ ചിന്ത അങ്ങനെയാ പോകുന്നത്. ആത്മീയ ചിന്തകൾ ചിന്തിക്കുമ്പോൾ 2018 പ്രളയം കൊണ്ടുവന്നത് അയ്യപ്പനാണോ? കാരണം ഇവർ അവിടെയെല്ലാം കട്ടുമുടിക്കാൻ തീരുമാനിച്ചപ്പോൾ അയ്യപ്പൻ കൊടുത്ത പണിയാണോ പ്രളയം? മാത്രമല്ല സ്വരാജ് പറയുകയും ചെയ്തു, മാളികപ്പുറത്തമ്മയുടെ ഇതാണ് ശബരിമല കയറ്റണമെന്നൊക്കെ പറഞ്ഞ് കണ്ണീർ പ്രളയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് തന്നെയാണ് പ്രളയം വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവർ ഈ പ്ലാനിങ് എല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പ്ലാനിങ് അറിഞ്ഞുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി അയ്യപ്പൻ കൊടുത്ത പണിയാണോ പ്രളയം? പക്ഷെ പ്രളയം വന്നിട്ടും പ്ലാനിങ് പരാജയപ്പെട്ടില്ല. അത് പൂർവാധികം ഭംഗിയായി വിവിധ പാർട്ടികളിലെ വിവിധ നേതാക്കളെ, വിവിധ വിഭാഗത്തിലെ ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ ചെറിയ മനുഷ്യന് വലുതായി ഓടാൻ കഴിഞ്ഞു. അവസാനം ഇപ്പൊ ജോൺ ബ്രിട്ടാസും ഈ രംഗത്ത് വന്നിരിക്കുകയാണ്. ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യണം. അപ്പോൾ ഇപ്പൊ ചുരുക്കത്തിൽ ചോദ്യം ചെയ്യേണ്ടാത്ത ആരാണ് ഇനി ഈ മന്ത്രിസഭയിലും ഗവൺമെന്റിലും ഈ പാർട്ടികളിലും ഉള്ളത് എന്നതിന്റെ ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചോദ്യം ചെയ്യേണ്ടവരുടെ ലിസ്റ്റാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല SIT പുതിയ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഉന്നതന്മാരുടെ ലിസ്റ്റിൽ, ഈ കാൾ ലിസ്റ്റിൽ ഒക്കെ ഈ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ജോൺ ബ്രിട്ടാസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജോൺ ബ്രിട്ടാസിനെയും ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നല്ല രസകരമായ ഒരു ക്ലൈമാക്സിലേക്കാണ്. നമ്മൾ കലാനിലയത്തിന്റെ ബാലയൊക്കെ ഉണ്ട്, പണ്ട് സർക്കസും ബാലയൊക്കെ ഉണ്ട്, അത് നീങ്ങുന്നത് പോലെ വളരെ വലിയ ക്ലൈമാക്സിലേക്കാണ് നീങ്ങുന്നത്. രസകരമായ ക്ലൈമാക്സ് ആണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുരാരി ബാബു പോലുള്ള അങ്ങനെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കറങ്ങി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N വാസുവിൽ കയറി, അവിടെ നിന്ന് പത്മകുമാർ എന്ന് പറയുന്ന അടുത്ത പ്രസിഡന്റിൽ കയറി, വിജയകുമാർ എന്ന ദേവസ്വം ബോർഡ് മെമ്പറിൽ കയറി, അവിടെ നിന്ന് KP ശങ്കരദാസ് എന്ന മെമ്പറിൽ കയറി, അങ്ങനെ കയറി വന്ന് കടകംപള്ളി സുരേന്ദ്രനിലെത്തി, അവിടെ നിന്ന് നേരത വാസവനിലൂടെ, അടൂർ പ്രകാശിലൂടെ, നമ്മുടെ ആന്റണിയിലൂടെ, സോണിയാഗാന്ധിയിലൂടെ ജോൺ ബ്രിട്ടാസിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിൽ മുഖ്യമന്ത്രിയുമുണ്ട്. എങ്ങനെയാണ് അപ്പോൾ എല്ലാം ക്ലിയർ ആയി. ഡൽഹിയിലുള്ള കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ജോൺ ബ്രിട്ടാസ് ആണ്. മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്തതും ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ ഇതിനകത്തുള്ള ഇടപാട് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം, സമൂഹം ചോദിക്കുന്ന ചോദ്യം. ഇതൊന്നും നമ്മുടെ ചോദ്യമല്ല, നമുക്ക് ഇതിനകത്ത് ഒരു ആരോപണമില്ല. ജോൺ ബ്രിട്ടാസ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ജോൺ ബ്രിട്ടാസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു MP ആണ്. നന്നായി പാർലമെന്റിലൊക്കെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്ന വളരെ വലിയൊരു MP ആണ്. അദ്ദേഹം കൈരളി ചാനലിന്റെ മേധാവി MD ആയിരുന്നു. അപ്പോൾ വളരെ വലിയ മനുഷ്യനാണ് ഈ ജോൺ ബ്രിട്ടാസ് ഒക്കെ. ചെറിയ ആളല്ല. പാർട്ടിയിലും CM-ന്റെ വലതുവശത്ത് നിൽക്കുന്ന, CM-ന്റെ മോനെ പോലെ മരുമോനെ പോലെ ഒക്കെ വളരെ ബഹുമാനത്തോടുകൂടി, റെസ്പെക്റ്റോടുകൂടി അവർ കാണുന്ന പുത്ര സ്നേഹത്തോടൊക്കെ കഴിയുന്ന നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഇതിനകത്ത് ചെന്ന് വീണെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടാസ് ആയിരിക്കും മറ്റു കൊട്ടേഷനുകൾ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതൊരു നല്ല രസകരമായ ഒരു കഥയിലേക്കാണ് ശബരിമല പോകുന്നത്. ശബരിമലയിൽ പ്രളയമുണ്ടായതും നമ്മളെ ഉരുൾപൊട്ടൽ വന്നതും എല്ലാം ഒക്കെ കൂട്ടി വായിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ കോവിഡും കൊറോണയും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നല്ല രസകരമാണ് കേരളത്തിൽ നടന്നത്. എന്തായാലും അയ്യപ്പ കോപമാണ് പ്രളയം എന്ന് വിശ്വാസികൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല.
കാരണം അങ്ങനെയാണല്ലോ ചരിത്രത്തിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അത്ര വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് അവിടെ നടന്നത്. സാധാരണ ഈ ഇത്തിക്കരപ്പക്കിയും കായംകുളം കൊച്ചുണ്ണിയും വീരപ്പനും ഒക്കെ മോഷ്ടിക്കുകയല്ല, കൊള്ള നടത്താറുണ്ട്. പക്ഷെ അവർ കൊള്ള നടത്തുന്ന സാധുക്കൾ കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ബാക്കി വേറെ കുറെ കള്ളന്മാരുണ്ട്, ബണ്ടി ചോറിനെ പോലുള്ള. അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോയി രഹസ്യമായി, അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. അവർക്ക് ഒരു എത്തിക്സ് ഉണ്ട്, അവരുടെ ജോലിയാണത്, തൊഴിലാണ്, അങ്ങനെ ചെയ്യുന്നവരാണ്. പിന്നെ ശിക്ഷാവിധിയൊക്കെ അവർ വാങ്ങും. അതൊന്നുമല്ല, പകൽ കൊള്ള, പട്ടാപ്പകൽ, 4 ആള് കാണുകയെ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ മന്ത്രങ്ങളും ചൊല്ലിക്കാണും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ. മന്ത്രങ്ങളെല്ലാം ചൊല്ലി തന്ത്രിമാരുടെയും പോറ്റിമാരുടെയും മേൽശാന്തിയുടെയും കീഴ്ശാന്തിമാരുടെയും കഴകക്കാരുടെയും അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസികളുടെയും ഭക്തന്മാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ കൊള്ളസംഘം ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു ഗൂഢസംഘമാണ്. ഇത് കേരളത്തിൽ നിൽക്കുന്നില്ല, ഡൽഹിയിൽ നിൽക്കുന്നില്ല, ആഗോള അടിസ്ഥാനത്തിൽ 7 രാജ്യങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും ബ്രിട്ടാസിന്റെ വിദേശയാത്രകളും പരിശോധിക്കേണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പരിശോധിക്കണം, വാസവന്റെ പരിശോധിക്കണം, ജോൺ ബ്രിട്ടാസിന്റെ പരിശോധിക്കണം, അതുപോലെ അടൂർ പ്രകാശിന്റെയും അതുപോലെ തന്നെ ആന്റോ ആന്റണിയുടെയും ഒക്കെ പരിശോധിക്കേണ്ടി വരും. സോണിയാഗാന്ധിയുടെയുമായിട്ടുള്ള ബന്ധവും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും. അവർ വലിയ നേതാവാണ്. അവരെ എല്ലാവരും കാണാൻ പോകും പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കാണാൻ പറ്റിയതെന്ന് ആരും പറഞ്ഞു കളയരുത്. ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പറഞ്ഞു കളയരുത്. കാരണം അങ്ങനെ കാണാൻ പറ്റുന്ന ഒരാളല്ല സോണിയാഗാന്ധി. മാത്രമല്ല, അങ്ങനെ കണ്ടാൽ തന്നെ അവരുടെ കൈ നീട്ടി കൊടുക്കില്ല. അവർക്ക് വേണ്ടി പൂജ ശബരിമലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടി പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ കൈ നീട്ടി കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ലിങ്ക് പേഴ്സൺ ആരാണ്, അതിന്റെ ഇടനിലക്കാരൻ ആരാണ്, ഇതെല്ലാം അറിയാൻ സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. സമൂഹം അറിഞ്ഞേ കഴിയൂ. അയ്യപ്പന്റെ കാര്യമായതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പൻ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരും, എല്ലാം പുറത്തു വരും. ബ്രിട്ടാസേ, യൂദാസേ, നീയും എന്ന് യേശുദേവൻ ചോദിച്ചതുപോലെ അയ്യപ്പൻ ചോദിക്കുന്നു, ബ്രിട്ടാസേ നീയും ഇതിനകത്തുണ്ടോ എന്ന്. സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസും. ഏത് തെമ്മാടിത്തരം കണ്ടാലും, കുഴപ്പം കണ്ടാലും, കുംഭകോണം കണ്ടാലും ഒരു വശത്ത് ബ്രിട്ടാസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്രിട്ടാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ CM ഉണ്ട് എന്ന്, CMന്റെ ഓഫീസും CMനും അതിനകത്ത് മൗന അനുവാദമെങ്കിലും ഉണ്ട് എന്നാണ് വായിച്ചെടുക്കേണ്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ രസകരമാണ് അത് കണക്ട് ചെയ്ത് പോകുന്നത്. ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ പരിശോധിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ ബ്രിട്ടാസ് വിളിച്ചിട്ടുണ്ടെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അദ്ദേഹം പേര് തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്രിട്ടാസിനെയും ചോദ്യം ചെയ്യും എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. SITയുടെ പണി അനുദിനം കൂടി വരികയാണ്. CBI വന്നാൽ എല്ലാവരെയും ഒരു റൗണ്ട് കൂടി ചോദ്യം ചെയ്യുമോ?